ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം. ഹലോ ഹലോ ആ പറയടി, എവിടെയാ നീ? എടി ഞാനിപ്പോ ബ്യൂട്ടി പാർലറിന്ന് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ആണോ? ആ പിന്നെ എന്തോ ഒരു സർപ്രൈസ് പറയണ്ടെന്ന് പറഞ്ഞു. എന്തത്? അതെന്താന്നറിയാവോ? എടി നിനക്കറിയാവല്ലോ, ഞങ്ങൾ 6 മാസമായതേ ഉള്ളൂ ഒരു വണ്ടി മേടിച്ചിട്ട്. പക്ഷെ ആ വണ്ടിയിൽ ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലടി. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു ഓടി കാർ ബുക്ക് ചെയ്തേക്കുവാ. പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ, ഇതിപ്പോ ഓടി കാർ എന്തിനാ മേടിക്കുന്നത്? പുതിയത് തന്നെ മേടിച്ചൂടെ? എടി ഓടിച്ച കാർ എന്നല്ല പറഞ്ഞത്, ഓടി കാറെന്ന്. ഓ പിന്നെ നീ വൈകിട്ട് ക്ലബിൽ വരുമ്പോഴേ എടി പപ്പിനെ കൊണ്ടുവരണം കേട്ടോ. നീ പപ്പിയെ കൊണ്ടുവരുന്നുണ്ടോ? പിന്നെ എന്റെ പപ്പി ഞാൻ കൊണ്ടുവരും. അതെന്താന്നറിയാവോ? എടി എന്റെ പപ്പിക്ക് നിന്റെ പപ്പിയോട് എന്തോ ഒരു ഇതുണ്ടടി. പിന്നെ ബാക്കി എല്ലാം നമുക്ക് വൈകിട്ട് ക്ലബിൽ വെച്ച് പറയാം. ഓക്കെ? ഓ ശരി ശരി. ബൈ. ചേച്ചി ചേച്ചി ആരടോ ആരടോ തന്നെ ചേച്ചി? കോൾ മീ മാഡം. മേടമായാലും ഇടവായാലും ഇത് കണ്ട ഇതൊക്കെ എന്നെ എന്തിനാ കാണിക്കുന്നത്? അല്ല താൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അത് ശരി. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം, ഞാൻ എന്തെന്ന് വന്നെന്ന് അറിയണം അല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ ഈ മുഖം എവിടെയെങ്കിലും കണ്ടു മറന്നതായിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എടോ, സമൂഹത്തിൽ ഇത്രയും റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഞാൻ തന്നെ എന്തിനാ ഓർക്കുന്നത്? താൻ സെലിബ്രിറ്റി ആണോ? അല്ല. VIP ആരെങ്കിലും ആണോ? അല്ല. പിന്നെ തന്നെ ഞാൻ എന്തിനാണ് ഓർക്കുന്നത്? പെണ്ണുമ്പിള്ള. What പെണ്ണുമ്പിള്ള? അയ്യോ, പെണ്ണുമ്പിള്ള എന്ന് വിളിച്ചാൽ അവർക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാണ് ഓരോർമ്മയും കിട്ടല്ല. ഇല്ല. ഇന്ന് വൈകുന്നേരം ഞാൻ പണിയും കഴിക്കും മര്യാദയ്ക്ക് ആ പാലത്തിന്റെ അതിലെ കൂടെ വരെയായിരുന്നു. തണ്ടേ നിങ്ങൾ ഈ കാറ് കൊണ്ടുവച്ച് എന്നെ എന്റെ സൈക്കിളിനെ ഇടിച്ച് തോട്ടിയിട്ടിട്ട് നിങ്ങൾ നിർത്തിയ നിങ്ങൾക്ക് കണ്ണീച്ചോര എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും. Oh my God, ഞാനോ? അല്ല, ഞാൻ എന്റെ ഈ സൈക്കിൾ കൊണ്ടുവന്ന് എന്നെ തന്നെ ഇടിച്ച് തോട്ടിയെടുത്ത് ചാടി. അതുകൊണ്ട് ഞാനിപ്പോ വന്ന എന്തിനാണെന്ന് ഞാൻ പറയാം. എനിക്കത് കിട്ടണം, കിട്ടിയേ പറ്റൂ. എനിക്ക് എന്ത് വേണോന്ന് പറ. എന്ത് തരും? What do you mean? നിങ്ങളെ മീനും ചോറിൽ നിന്നാൻ വന്നതല്ല ഞാൻ. എനിക്ക് മറ്റേ ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോ കൊടുക്കണ ഒരു സാധനം ഉണ്ടല്ലോ. ആവശ്യത്തിന് ഇപ്പൊ കിട്ടിയിട്ടില്ല തനിക്ക്. അതല്ലെന്ന് മറ്റേ കോൺക്രീറ്റ് മേശം പണിയൊന്നും അല്ലെന്ന്. മറ്റേ ഒരു സെക്കൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. കോമ്പൻസേഷൻ കിട്ടണം. ഓ, നഷ്ടപരിഹാരം. അത് തന്നെ. അത് മേടിച്ചോണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ ഇന്ന് വാങ്ങിച്ചോണ്ടേ പോവുള്ളോ? ഞാൻ മേടിച്ചോണ്ടേ പോവുള്ളൂ. നീ വാങ്ങിച്ചോണ്ടേ പോവുള്ളോ? അത്രേ ഉള്ളൂ. എന്നാ നീ ഇവിടെ നിക്ക്, നിനക്കുള്ളത് തന്നു വിടാ ഞാൻ. ഓ ടോമി. അത് ശരി. അപ്പൊ എന്നെ കാറ് വെച്ചിടിച്ച് തൊട്ടിട്ടതും പോരാഞ്ഞിട്ട് പണക്കാരെ പോലെ വില കൂടിയ പട്ടിയെ വിട്ടല്ലേ കളിപ്പിക്കാൻ നോക്കുന്നല്ലേ നിങ്ങളെ? എന്തെങ്കിലും ഇപ്പൊ വിളിച്ചതാ? അത് എന്റെ ഹസ്സാണ് ടോമി. ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് വിളിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു കോമഡി സ്കിറ്റിലെ പോലെ അപ്പക്കാള ഭർത്താവായിരിക്കുമെന്ന്. വന്ന് നിൽക്കണ റാണി ആരെ കൈ ഒരുട്ട് പുട്ടോട്ടോ നിൽക്കുന്നത്? പുട്ട് മാത്രമല്ല, പഴം പപ്പടം കൂടി തീറ്റിക്ക് ഞാൻ രണ്ടിന്. നിങ്ങൾ ഈ പെണ്ണുമ്പിള്ള കാറ് വെച്ചല്ലേ ഇടിച്ച് തോട്ടിയിട്ട് കൈ ഒടുങ്ങി നെറ്റി പൊട്ടി ആകെ ചപ്ല ചുപ്ലയായി. കഷ്ട, അയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കുന്ന നന്നായിരിക്കും. ടോമി, നിങ്ങൾക്ക് വേണം എന്റെ കയ്യിൽ ടോമി. എടോ, താൻ ഇവിടെ കടന്ന് കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ എന്റെ വണ്ടി തന്നെ ഇടിച്ചു എന്നും തനിക്ക് വയ്യാതൊക്കെ ആയെന്നും. അതിന് തെളിവ് എന്താ ഉള്ളത്? ആഹാ, നിങ്ങൾക്ക് തെളിവ് വേണമല്ലേ? ആ ഏരിയയിലെ ഫുൾ CCTV വിഷ്വല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇത് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ കോടതി കയറ്റി ഞാൻ നഷ്ടപരിഹാരം മേടിക്കാൻ. അറിയാമോ നിങ്ങൾക്ക് നിസാര പരിക്കല്ലേ ഉള്ളൂ? അയ്യോ, നിസാര പരിക്ക. ഇതൊക്കെ ഓടിക്കുക നിങ്ങൾ കണ്ടില്ലേ നിങ്ങള്? ടോമി, നിങ്ങൾ ചുമ്മാ ഉടായ്പോണ്ട് എന്നെ എടുത്തിരിക്കരുത്. ഒരു ഉടായ്പല്ല, ഞാൻ ഇത് സത്യമായിട്ട് എന്നെ ഇടിച്ചിട്ട് ഞാൻ വന്നതാണിത്. എനിക്ക് എന്തെങ്കിലും തല്ലുണ്ട്. പഴം കിഴങ്ങൊന്നുമില്ല ഇവിടെ.
അതെ എന്റെ പൊന്നു സഹോദര, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിനക്ക് കണ്ണ് കണ്ടുകൂടെ ഇതൊക്കെ കൈ ഓടിക്കൊക്കെ വന്ന് നിൽക്കണ കണ്ടില്ലേ ഞാൻ? ടോമി, നിങ്ങൾ ഈ ലോക്കൽ സെൻസ് സംസാരിക്കേണ്ട ആവശ്യമില്ല. മാറി നിൽക്ക് ഇങ്ങോട്ട്. ഹലോ മാഡം, what would you say? Locals, maybe we are poor, coolies, calculates, but we are not locals. You enjoy this status in life because power set and blunt. Let it be the last time. If you dare to say that bad word once more, I will pull out your bloody tongue. ഇച്ചി വെള്ളം തരും വെച്ച് കുടിക്കാനായിട്ട്. ചേച്ചി, അപ്പുറത്ത് എവിടെ കണ്ട പഴുത്ത ചക്ക വന്ന് വീണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നായിരുന്നു. ടോമി, get up, ടോമി. എണീക്കണം അവിടുന്ന്. അതെ, അയ്യോ അതെ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? 24 മണിക്കൂറേ ആ. ഭാര്യയുടെ വാലി തൂങ്ങി നടന്നാ പോരാ, വല്ലപ്പോഴും സിനിമ കാണണം. ഇനി ഇങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും കേട്ടോ. ടോമി, നിങ്ങൾ എന്തിനു പോകണം ടോമി? പിന്നെ ഇതൊന്നും മനസ്സിലാവാതെ പഴക്കണക്ക് ഞാൻ എന്തിനു വയ്ക്കുന്നത്? നിങ്ങൾ മാറി നിൽക്ക്. നിങ്ങൾക്കുള്ളതേ ഞാൻ തന്നോളാം. ഇറങ്ങണോ? പൈസ തരാതെ ഞാൻ പോകില്ല. തനിക്ക് തരാനുള്ള പൈസയിലൊന്നുമില്ല. ഇറങ്ങണോ? പൈസ ചെയ്യാൻ പോകും. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എനിക്ക് 5 പൈസ നഷ്ടപരിഹാരം തരണ്ട. ആ പൈസക്ക് ഞാൻ ഒരു വെള്ളം മേടിച്ച് കുടിച്ചാൽ പോലും എനിക്ക് ദഹിക്കൂല. ആ പൈസക്ക് നിങ്ങൾ ഒരു ചങ്ങല മേടിക്കണം. എന്നിട്ട് ഈ അമ്മച്ചി ഏതെങ്കിലും റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിടിയണ്ട. ആരാണ് തള്ളച്ചി? നിനക്ക് അറിയാൻ പറ്റില്ല. ആ ചങ്ങല കൊണ്ടെന്നേ നിന്റെ പെണ്ണും പിള്ളെ കൊണ്ട് പൂടിയിടാം. ഇവിടെ കഴിഞ്ഞു. തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്താ. ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിച്ച് അവനെ കൊണ്ടുവച്ച് ഇടിച്ച് അവൻ കേസെങ്ങാനും കൊടുത്തോണ്ടല്ലോ കയറി ഇറങ്ങി ഊപ്പാട് വരും. എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്ടേരെ, പാവം പിടിച്ചോണ്ടല്ലേ. ടോമി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് ടോമി. ഞാനാ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു വിട് ടോമി. ഇച്ചിരി നേരം ഞാൻ ഭർത്താവായിക്കോട്ടെ. ഇപ്പോഴത്തേക്ക് മാത്രം. എന്താടാ ഇത്രയും കാലം ഞാൻ നിന്റെ പുറകിലല്ലേ നിന്നിട്ടുള്ളു, ആദ്യമായിട്ടോ മുന്നിൽ നിൽക്കുന്നേ. അതെ, എന്താ പ്രശ്നം? ക്യാരക്ടർ മാറിപ്പോയി. നിങ്ങളല്ല, അവരാണ് ദേഷ്യം സംസാരിക്കണവര്. ഇത്തിരി നേരം ഇങ്ങനെ കളിക്കാം. എന്താണ് നഷ്ടപരിഹാരമായിട്ട് പ്രതീക്ഷിക്കുന്നത്? ഒരു സെക്കൻഡ് എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം തരുവാണ്. ഒരു സെക്കൻഡ്. ഇവരിപ്പോ നഷ്ടപരിഹാരം മേടിക്കുകയാണെങ്കിൽ കൊച്ചിന്റെ സ്കൂൾ ഫീസ്, ബസ് ഫീസ്, പിന്നെ റേഷൻ കടയിലും പലചരക്കടയിലുള്ള പൈസ, ഇതൊക്കെ പിന്നെ സഹിക്കാം. 1/2 വെച്ച് ഡെയിലി എടുക്കണം. 490 ഒരു മാസത്തേക്ക് എടുക്കാം. 490 × 30 14,700 രൂപ. 1 ലക്ഷം രൂപ. Oh my God, 1 lakh. അയ്യോ, അത്രയൊന്നും വേണ്ട. 1 ലക്ഷം രൂപ എന്നാ നിങ്ങള്. ടോമി, 1 lakh കൊടുക്കണം ടോമി. അതിനെന്താ, കേസിനും പോയാലേ സമൂഹത്തിൽ നിനക്ക് നാണക്കേടല്ലേ? ഒരു കാര്യം ചെയ്, നമ്മുടെ റോക്കിക്ക് ഫുഡ് മേടിക്കാൻ വെച്ചിരിക്കുന്ന ക്യാഷിൽ നിന്ന് 1 lakh എടുത്ത് ഇങ്ങനെ ഡീൽ ചെയ്ത് വിട്ടേക്കാം. മോന്തടിക്കാൻ പൊട്ടിച്ചാലേ അടിക്കാൻ വന്നതല്ല. പിന്നെ നിങ്ങൾ ആ ഭാര്യ പറഞ്ഞത് 1 lakh കൊടുത്ത് ഇടിയില്ലെന്ന് വിട്ടേക്കാനായിട്ട്. ഡീൽ ചെയ്ത് വിട്ടേക്കാനാ പറഞ്ഞത്, അല്ലാതെ ഇടിക്കാനല്ല പറഞ്ഞത്. എന്ന് വെച്ചാ 1 ലക്ഷം രൂപ തരും. 1 ലക്ഷം തരാന്ന് പറഞ്ഞു. മക്കളെ, നമ്മള് പണിയെടുത്തതിന് ഉപയോഗം ഉണ്ടായിടാ. അണ്ണാ, നിങ്ങളെ ദൈവ രക്ഷിക്കുവല്ല. താങ്ക് യു അണ്ണാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്ത്? ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെ ജീവിച്ചെണ്ണാ ഇതിന്റെ കൂടെ? മിണ്ടല്ലേ, അതൊക്കെ പറയാൻ നിന്നോ വലിയ കഥയാ. എവിടുന്ന് കെട്ടിക്കൊണ്ട് വന്ന നിങ്ങള്? ഞങ്ങൾക്കേ കുന്നിക്കോട് മാർക്കറ്റിൽ അടുത്തടുത്തിരുന്ന് മീൻ കച്ചവടം വരുന്ന ജോലി. പ്രേമിച്ച് കെട്ടിയതാ. പ്രേമിച്ചൊക്കെ മീൻ കച്ചവടം ചെയ്ത് കെട്ടിയ ഇത്രയും വലിയ മണിമാളിക കെട്ടത് നിങ്ങൾക്ക് എവിടെ നിന്നാ പൈസ? ഞങ്ങൾക്കൊരു വലിയ സ്രാവിനെ കിട്ടി. അതിനെ കണ്ടിച്ചപ്പോഴേ അതിന്റെ വയറ്റിൽ നിന്ന് രത്നങ്ങൾ കിട്ടി. അത് വിറ്റല്ലേ ഞങ്ങൾ കോടീശ്വരന്മാരായത്. ഇത്രയും കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? ഇപ്പോഴും പെണ്ണും പിള്ളേരെ വാക്കായിട്ട് ജീവിക്കാൻ കഷ്ടം തന്നെയാണ് നിങ്ങളെ കാര്യം. കഷ്ടം. എടാ, ഈ രത്നങ്ങൾ കിട്ടിയതേ എനിക്കല്ല, അവക്കാ. എന്നാലും എനിക്ക് വിഷമതല്ല. കാരണം നമ്മളൊരു ആണുങ്ങളാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ച് വിരിച്ച് ആണിനെ പോലെ സംസാരിക്കണമെന്നാണ്. ആണുങ്ങളെ പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ പെണ്ണുങ്ങൾക്ക്. ആണായിട്ട് ജീവിക്കണം. അങ്ങോട്ട് ആണായിട്ട് ജീവിക്കണം. ഇന്ന് മുതൽ നിങ്ങൾ ആണായിട്ട് ജീവിക്കണം. അവളെ ഓർക്കുമ്പോ എനിക്കത് വരുന്നില്ലെന്ന്. കൈ ഓടിച്ചു പോയി. നിങ്ങൾക്ക് ധൈര്യമില്ലാത്തോണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പെരുമാറുന്നത്. ധൈര്യം കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ? എപ്പ ചെയ്തെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്യും. ഉറപ്പായിട്ടും ചെയ്യും. അടിക്കുവോ? ഞാൻ അടിക്കൂല, അവൾ അതിനെ തൂത്തു വാരിയിട്ട് അടിക്കുന്നത്. അവര് നിങ്ങളെ അടിക്കണ കാര്യമല്ല. അടിക്കുമോ? അവൾ അറിഞ്ഞ കൊന്നുകളയും മഹാഭാവി. 2 ധൈര്യം കിട്ടാനായിട്ട് 2 അടിക്കുന്നോണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലണ്ട. ധൈര്യമായിട്ട് അടിക്കാം. കുഴപ്പമില്ല. ഞാനേ വൈകിട്ട് അടിക്കാടുത്ത് വെച്ചിരുന്ന ഈ ഇരിപ്പിന്ന് സാധനോട് ഈ കൈ വെച്ചെടുക്കാൻ പറ്റൂല. 2 അടിച്ചാൽ നിങ്ങൾക്ക് എങ്ങൊന്നുമില്ലാത്ത ധൈര്യം വരും. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ആണാക്കിട്ടേനെ ബാക്കി കാര്യം. ഈ പെണ്ണും പിള്ളയ്ക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് 2 മേടിച്ചു കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അത്രേ ഉള്ളൂ എനിക്ക്.
എങ്ങനെയുണ്ട് നിങ്ങളൊരാണായ ചെറിയൊരു ധൈര്യം വരുന്നുണ്ടാ? ധൈര്യമൊക്കെ വരുന്ന വരട്ടെ, ഇനിയും വരട്ടെ, ഇനിയും വരട്ടെ. കേട്ട് ഞാനാണായി. അതാണ് ആണാണ് ഇനി ഞാൻ. ടോമി, നിങ്ങള് മദ്യപിച്ചല്ലേ? താനാണ് ഇവർക്ക് മദ്യം കൊടുത്തത്? 2 പേക്ക് ഞാൻ കട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. എടോ മഹാഭാവി, ഒരു തുള്ളി മദ്യം അങ്ങേര് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങേർക്ക് ആരുടെങ്കിലും കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കണം. അതുകൊണ്ട് ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി മദ്യപാനം നിർത്തി വ്യക്തിയാണോ ഞാൻ. അങ്ങേരെ ആ ഒരു നിമിഷം കൊണ്ട് നീ ഈ പരുവത്തിലാക്കി എടുത്തത്. ദൈവമേ, പാമ്പിന്റെ പൊത്തിലാണല്ലോ എന്ന് കൈയിട്ട് കൊടുത്ത. പറ്റിക്കാൻ വേണ്ടി പറയണായിരിക്കും അല്ലേ ചേച്ചി? അല്ലടാ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. അയ്യോ, അല്ല എന്റെ പ്രശ്നം. അല്ല, വണ്ടി ഇടിച്ച് നഷ്ടപരിഹാരം. ആരെ വണ്ടി ഇടിച്ച്? നിങ്ങളെ അമ്മച്ചി കൊണ്ട് വണ്ടി ഇടിച്ച്. അമ്മച്ചിയോ? അല്ല, മാഡം കൊണ്ടുവന്ന് വണ്ടി. മാഡം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടല്ലോ. നിന്നെ ആര് വണ്ടി ഇടിച്ചെന്നാ പറഞ്ഞേ? മാഡം അച്ഛൻ പറയടാ, വണ്ടി ഇടിച്ചോടാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക, ഞാൻ ഇച്ചിരി ധൈര്യം തന്നോണ്ടാണ് നിങ്ങൾ ആണായിട്ട് കുറച്ചു നേരമെങ്കിലും ബിഹേവ് ചെയ്യുന്നത്. ആണായിട്ട് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയാടാ ബിഹേവ് ചെയ്യുന്നത്. സത്യം പറയാ, ഇവിടെ വണ്ടി ഇടിച്ചോ? വണ്ടി സത്യം പറയാ, ഈ മാഡം റോട്ടിന്റെ സൈഡിൽ കൂടെ വണ്ടി കൊണ്ട് വന്നപ്പോ ഞാൻ തോട്ടിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. വണ്ടി വരില്ല വർക്കം കണ്ടപ്പോ പേടിച്ച് ഞാനടുത്ത് തോട്ടി ചാടി സംഭവിച്ചതാണ് ഇതൊക്കെ. അതെ ശരി. അപ്പൊ ഇതെന്താ വെച്ചിട്ട് വെച്ചേക്കുന്നത്? ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കെട്ടിയത്. എന്തായാലും ഇത് കെട്ടിവെച്ചതല്ലേ, വെറുതെ ആക്കി കളയണ്ട. ഇല്ല. ഈ സുടായിപ്പോയിട്ട് നടക്കരുത്. ഇല്ല. 1 ലക്ഷം രൂപ വേണോടാ? 1 ലക്ഷം രൂപ വേണ്ടെന്ന പകരെ എനിക്ക് ആശുപത്രി പോയ ആട്ട വിളിച്ച് വിട്ടേരിയണ്ണ. ടോമി, യെസ് യുവർ ഓണർ. പണ്ടത്തെ ചങ്കര പിന്നെ തെങ്ങി തന്നെ